ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിലേക്ക് എത്തുകയാണ്. ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലങ്ങളിലൊന്നായി 543-ൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന 10 മണ്ഡലങ്ങളിലൊന്ന് അതിപ്പോൾ വയനാടാണ്. വൈകിയാണെങ്കിലും രാഹുൽ ഗാന്ധിയും എത്തുന്നതോടെ വയനാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പൊട്ടിപ്പാറും. LDF സ്ഥാനാർത്ഥി ആനി രാജയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും നാളെയാണ്. വ്യാഴാഴ്ച NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രന്റെ പത്രികാ സമർപ്പണത്തിന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും എത്തുന്നു. അതോടെ ദേശീയ നേതാക്കളുടെ ഒപ്പം നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനൊപ്പമുള്ള വാക്പോരിന്റെ ഒക്കെ ഒരു കലാശക്കൊട്ടിലേക്ക് എത്തുകയാണ് വയനാട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ദീപക് മോഹൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ദീപക് മോഹൻ, വെരി ഗുഡ് ഈവനിംഗ്. വയനാട്ടിലേക്കാണ് എല്ലാ ശ്രദ്ധയും. ദീപക് തയ്യാറായോ? അതോടൊപ്പം കോൺഗ്രസും BJPയും ഒക്കെ പത്രികാ സമർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ എവിടെ വരെ എത്തിച്ചിട്ടുണ്ട് ഇതുവരെ? വെരി ഗുഡ് ഈവനിംഗ് സുജ പാർവതി. ലോക്സഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ സന്ദർശനത്തിനായി എത്തുന്നത്. അത് നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ആ ചടങ്ങിൽ തന്നെ കോൺഗ്രസ് വലിയ ആവേശത്തിലാണ്. കാരണം നേരത്തെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം വന്നതിന് ശേഷം തന്നെ ഈ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടന്നില്ല. പ്രചരണത്തിൽ ഒരു തണുത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വലിയ രീതിയിലുള്ളൊരു പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും തന്നെ വലിയ ആവേശത്തിലാണ്. നാളെ രാവിലെയോടുകൂടിയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുക. ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ ഹെലികോപ്റ്ററിൽ വയനാട് റിപ്പണിലാണ് രാവിലെ 10 മണിയോടുകൂടി രാഹുൽ ഇറങ്ങുക. അവിടെ നിന്ന് കൽപ്പറ്റയിലേക്ക് റോഡ് ഷോയുണ്ട്. മാത്രമല്ല വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ തിരുവമ്പാടി, ഏറനാട്, വണ്ടൂര്, നിലമ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് പ്രവർത്തകർ അണിനിരക്കുന്ന റോഡ് ഷോയാണ് നാളത്തെ പ്രധാന പ്രത്യേകത. ഇന്നലെ കോൺഗ്രസിന്റെ നേതാക്കൾ നമ്മളോട് പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിന്റെ മാസ് പ്രചരണത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ റോഡ് ഷോ നടത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയോടുകൂടി കേരളത്തിൽ കോൺഗ്രസിന്റെ മാസ് പ്രചരണത്തിന് തുടക്കമാകും എന്നുള്ള രീതിയിലുള്ള പ്രചരണ കാര്യമാണ് ഇന്നലെ നേതാക്കൾ നമ്മളോട് പറഞ്ഞത്. അതനുസരിച്ച് നാളെ രാവിലെ റിപ്പണിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന രാഹുൽ കൽപ്പറ്റയിലേക്ക് റോഡ് ഷോ ഉണ്ട്. കൽപ്പറ്റയിൽ ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനാണ് സിറ്റിംഗ് MP ആയ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നത്. മറ്റു 2 സ്ഥാനാർത്ഥികളും ആനിരാജ 3ാം ഘട്ട പ്രചാരണത്തിലാണ്. K സുരേന്ദ്രന്റെ പേര് വൈകിയാണ് പ്രഖ്യാപിച്ചതെങ്കിലും K സുരേന്ദ്രനും പ്രചാരണത്തിൽ ആദ്യ ലാപ്പ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ ആദ്യ ലാൻഡിംഗ്. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായ സിറ്റിംഗ് MPയുടെ ആദ്യ ലാൻഡിംഗ് ആണ്. എത്ര ദിവസമുണ്ടാകും മണ്ഡലത്തിൽ? രാഹുൽ ഗാന്ധി നാളെ പത്രിക സമർപ്പണത്തിന് ശേഷം വൈകിട്ടോടുകൂടി മടങ്ങും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ രാനിരാജ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏറെ മുന്നിലാണ്. ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സമയത്ത് ആദ്യം വയനാട്ടിലേക്ക് എത്തിയതും ആനിരാജയായിരുന്നു. 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണവും അതോടൊപ്പം കൺവെൻഷനും കഴിഞ്ഞ് 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ആനിരാജ കടക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അതോടൊപ്പം K സുരേന്ദ്രനും ജില്ലയിൽ സജീവ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു കഴിഞ്ഞു. പ്രധാനമായും ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സാക്ഷാൽ സ്മൃതി ഇറാനിയാണല്ലോ. അതായത് അമേഠിയിൽ രാഹുലിനെ വീഴ്ത്തിയ സ്മൃതി ഇറാനിയെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് വയനാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് BJPക്ക് ഒരു ലക്ഷ്യം കാണുമല്ലോ. എപ്പോഴാണ് സ്മൃതി ഇറാനി എത്തുക? മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടോ? പ്രചാരണ റാലിയോ റോഡ് ഷോയോ അങ്ങനെയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടോ 4ാം തീയതി? നാളെ കഴിഞ്ഞുള്ള K സുരേന്ദ്രൻ NDA സ്ഥാനാർത്ഥിയുടെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും പങ്കെടുക്കും എന്ന് നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നു. അതനുസരിച്ച് രാവിലെയോടുകൂടി സ്മൃതി ഇറാനി എത്തും. മാത്രമല്ല കൽപ്പറ്റയിൽ റോഡ് ഷോയും സംഘടിപ്പിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതനുസരിച്ച് വയനാട് ജില്ലയുടെ ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ചും പ്രചരണത്തിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വലിയ പോരാട്ടമാണ് വയനാട്ടിൽ നടക്കുന്നത്. അതുപോലെ തന്നെ പ്രചാരണത്തിലും ഏറ്റവും വാശിയേറിയ കാഴ്ചകളൊക്കെയാണ് നമ്മൾ വയനാട്ടിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ദീപക്കിനും നമ്മുടെ ടീം വയനാടിനും ഇനി അങ്ങോട്ട് വിശ്രമമില്ലാത്ത ദിവസങ്ങളായിരിക്കും. ദേശീയ ശ്രദ്ധയുള്ള മണ്ഡലമാണ്. ദേശീയ മാധ്യമങ്ങളടക്കം ക്യാമ്പ് ചെയ്യാൻ പോകുന്നു. രാഹുൽ ഗാന്ധി ഇനിയും പ്രചാരണം തുടങ്ങിയിട്ടില്ല. ദീപക് അങ്ങനെയാണ് പറഞ്ഞത്. നാളെ ലാൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. അത് നാമനിർദ്ദേശ പത്രിക കൊടുക്കാനാണ്.